بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. عن أبي أعلى شداد بن أوس رضي الله عنه عن النبي صلى الله عليه وسلم قال: الكيس من دان نفسه وعمل لما بعد الموت، والعاجز من أتبع نفسه هواها وتمنى على الله الأماني. رواه الترمذي. അബൂ യഅല ഷദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹു സഹാബി പറയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ കയ്യിസു മൻ ദാന നഫ്സഹു. ബുദ്ധിമാൻ എന്നുള്ളത്, കയ്യിസ് എന്ന് പറഞ്ഞ ബുദ്ധിമാൻ, മൻ ദാന നഫ്സഹു, അവന്റെ നഫ്സിനെ എപ്പോഴും വിചാരണ ചെയ്തുകൊണ്ടിരിക്കുന്നവനാണ്, അവൻ സ്വയം ചിന്തിക്കുന്നവനാണ്. വഅമില ലിമാ ബഅദൽ മൗത്ത്, മരണത്തിന് ശേഷമുള്ള ജീവിതത്തിനേക്ക് വേണ്ടി അമലുകൾ ചെയ്ത് ഒരുക്കി കൂട്ടി വെക്കുന്നവനാണ്. അപ്പൊ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നവനാണ്. ദുനിയാവിലുള്ള ജീവിതത്തിൽ ശരീരത്തിനെ വിചാരണ ചെയ്തുകൊണ്ടിരിക്കുന്നവനുമാണ്. അതാണ് ബുദ്ധിമാൻ. വൽ ആജിസു, ഇതിന് അശക്തൻ എന്നാൽ ഒന്നും കഴിയാത്തവൻ. മൻ അത്ബഅ നഫ്സഹു ഹവാഹ, അവന്റെ നഫ്സ് എന്താണോ ആഗ്രഹിക്കുന്നത് അതിന് പിറകെ അവൻ പോകും. എല്ലാ നിരോധിക്കപ്പെട്ടതും മനുഷ്യന്റെ മനസ്സ് ആഗ്രഹിക്കും. ആ ആഗ്രഹിക്കുന്നതിനനുസരിച്ച് അവനെ ചെയ്യും, പ്രവർത്തിക്കും. വതമന്ന അലല്ലാഹിൽ അമാനി, എന്നിട്ട് അല്ലാഹുവിൽ അവൻ പ്രതീക്ഷ അർപ്പിക്കും. അതിന്റെ രൂപം പണ്ഡിതന്മാർ പറഞ്ഞു, അവനിങ്ങനെ എല്ലാ നിരോധിക്കപ്പെട്ട കാര്യങ്ങളും ചെയ്യും. എന്നിട്ട് പറയും അല്ലാഹു ഗഫൂറാണ്, അല്ലാഹു റഹീമാണ്, അല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് തൗബ ചെയ്യും. അപ്പം ചെയ്യൂല, ചെയ്യുമെന്നുള്ള ആ പ്രതീക്ഷ. പിന്നെ വയസ്സായാല് നന്നാവും, ഇപ്പൊ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നു, വയസ്സായ നന്നാവും, ആ രീതിയിലുള്ള ആഗ്രഹങ്ങൾ, അതിലൂടെ ജീവിക്കുക. സ്വന്തം വിചാരണ ചെയ്യാതെ മനസ്സിന് തോന്നുന്നൊക്കെ ചെയ്യും. പക്ഷെ ഇങ്ങനെയുള്ള കുറെ ആഗ്രഹങ്ങൾ, അത് അശക്തന്റെ അടയാളമായിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുന്നത്. ബുദ്ധിമാൻ എന്നുള്ളത് നഫ്സിനെ വിചാരണ ചെയ്യുകയും മരണത്തിന് ശേഷമുള്ള ജീവിതത്തിനേക്ക് വേണ്ടി ഒരുങ്ങുന്നവരുമാണ്. ഇതാണ് ഹദീസ്. ആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.